നിങ്ങളെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് ഒരു എമൗണ്ട് ആകുമ്പോൾ ഒരു പോയിട്ട് ഗോൾഡ് റിംഗ് വാങ്ങും. അല്ലെങ്കിൽ ചെറിയൊരു ഗോൾഡ് മാല എന്തെങ്കിലും പോയി വാങ്ങും. ഇവരുടെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് വെച്ചാൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് പറയുക. എന്നാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും വലിയൊരു പൊട്ടത്തരാണ് ഗോൾഡ് ജ്വല്ലറീസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ നമുക്ക് ഏതൊക്കെ രീതിയിൽ ആക്ച്വലി ഗോൾഡ് വാങ്ങാൻ പറ്റും, ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏത് വേ ആണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. ഓൾമോസ്റ്റ് 6 രീതിയിൽ നമുക്ക് ഗോൾഡുകൾ വാങ്ങാൻ പറ്റും. ആ 6 രീതി ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഫുൾ കമ്പാരിസണും കൂടി നമ്മൾ എന്താക്കുന്നുണ്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ബിഫോർ ദാറ്റ് നമുക്ക് ചെറിയൊരു ഗെയിം കളിക്കാം. ഗോൾഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ട് പൈസ കൂട്ടി വെച്ച് വാങ്ങിയൊരു ഗോൾഡ് റിങ്ങോ അല്ലെങ്കിൽ അത് നിങ്ങൾ വാങ്ങിയൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഗോൾഡ് റിലേറ്റഡുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗോൾഡ് മിസ്സായി പോയതോ അല്ലെങ്കിൽ കട്ടെടുത്തോണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴത്തുണ്ടാക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ബിഗിൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ 6 രീതിയിൽ നമുക്ക് ഗോൾഡ് ആക്ച്വലി വാങ്ങാൻ പറ്റും. അതിൽ ആദ്യത്തെ രീതി നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, ജ്വല്ലറീസ് അല്ലേ. അതായത് നമ്മൾ മാല അല്ലെങ്കിൽ റിങ്, ഇതൊക്കെ ജ്വല്ലറീസ് നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് ഫിസിക്കൽ ഗോൾഡ്. ഫിസിക്കൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് കോയിൻസ് അല്ലെങ്കിൽ ഗോൾഡ് ബാറുകൾ, ഇതിനാണ് നമ്മൾ ഫിസിക്കൽ കോയിൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് എന്ന് പറയാം. മൂന്നാമത്തെന്ന് പറയുന്നത് ഡിജിറ്റൽ ഗോൾഡ് ആണ്. ഡിജിറ്റൽ ഗോൾഡ് നിങ്ങൾ ഒരുപാട് ഫോൺ പേയിലും പേ ടി എമ്മിലും കണ്ടിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഗോൾഡുകൾ അതിൽ വാങ്ങി വെക്കാൻ പറ്റും, ഡിജിറ്റൽ വാലറ്റിൽ ഇങ്ങനെ വാങ്ങി വെക്കാൻ പറ്റും. ₹1, ₹10, ₹100 കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റും, ഗോൾഡുകൾ വാങ്ങി വെക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുക. അടുത്താണ് ഗോൾഡ് ഇ ടി എഫ്സ്. ഗോൾഡ് ഇ ടി എഫ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഗോൾഡിന്റെ സ്റ്റോക്കുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ടൈപ്പാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്താ പറഞ്ഞാൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതാണ് എന്ത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അവസാനത്താണ് SGB അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത്. ഇത് ശരിക്കും RBI ബാക്ക് ചെയ്യുന്നതാണ്, നമ്മളെ ഗവൺമെന്റിന്റെ ഒരു പ്ലാനാണ് ആക്ച്വലി SGB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 6 രീതിയിൽ നമുക്ക് ആക്ച്വലി എന്താക്കാൻ പറ്റുന്നത്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ 6 എണ്ണം എന്താന്ന് പറയുന്നതല്ല, ഈ 6 എണ്ണത്തിന്റെ ഒരു കമ്പാരിസൺ ആണ് ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്താക്കാം, നേരെ കിടക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ 6 ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഗോൾഡ് പർച്ചേസിങ് മെത്തേഡ്സ് എഴുതിയിട്ടുണ്ട്. ഈ 6 എണ്ണത്തിന് ഒരു 9 ഫാക്ടേഴ്സ് വെച്ചിട്ട് ഞാൻ എന്താക്കുന്നുണ്ട്, കമ്പയറും കൂടി ചെയ്യുന്നുണ്ട്. ഈ കമ്പാരിസൺ കംപ്ലീറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും ഇതിൽ ഏറ്റവും ബെസ്റ്റ് വേ ഏതാണെന്നുള്ളത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ആദ്യം ഈ 6 എണ്ണത്തിൽ GSTസിനെ പറ്റി അല്ലെങ്കിൽ മറ്റ് ചാർജുകളെ പറ്റി നോക്കാം. നിങ്ങൾ ഗോൾഡ് ജ്വല്ലറി, അതായത് ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു മാല വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓൾമോസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കണം, 3% GST കൊടുക്കണം. പ്ലസ് എന്തും കൊടുക്കണം, മേക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കാനുണ്ട്. ഈ ഒരു മേക്കിംഗ് ചാർജ് ഉണ്ടായതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഗോൾഡ് പർച്ചേസ് അല്ലെങ്കിൽ ജ്വല്ലറി പർച്ചേസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. കാരണം നിങ്ങൾ വാങ്ങുന്ന ഗോൾഡിന് മുകളിൽ 5 to 25% വരെ നിങ്ങൾ മേക്കിംഗ് ചാർജ് കൊടുക്കുന്നുണ്ട്. അത് എക്സ്ട്രാ അതിന്റെ മുകളിൽ കൊണ്ട് കൊടുക്കുന്ന ചാർജാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലാണ് ഇതിന്റെ മുകളിൽ മാർജിൻ നിങ്ങൾക്ക് കിട്ടുക അല്ലെങ്കിൽ ലാഭം നിങ്ങൾക്ക് കിട്ടുക. സോ ഗോൾഡ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്ന് പറയാൻ കാരണം ഇതാണ്. ഇനി ഫിസിക്കൽ ഗോൾഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, ഫിസിക്കൽ ഗോൾഡിന് നമ്മൾ എന്ത് കൊടുക്കണം, 3% എന്ത് കൊടുക്കണം, GST കൊടുക്കണം. പിന്നെ നമ്മൾ എന്താക്കണം, ചെറിയൊരു പ്രീമിയം കൂടി അതിന് അടിക്കേണ്ടതുണ്ട്. ഇനി ഡിജിറ്റൽ ഗോൾഡ് വേണമെങ്കിലോ, അതായത് ഫോൺ പേ അല്ലെങ്കിൽ PayTM ത്രൂ നമ്മൾ ഗോൾഡുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലോ, അത് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് കടയിൽ കാണാൻ പറ്റും 3% എന്ത് GST അടിക്കണമെന്ന് അതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലസ് എന്തും കൂടി ഉണ്ടാവും, പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞ സംഭവം കൂടി ഉണ്ട്. അത് നിങ്ങളിപ്പോൾ ഫോൺ പേ ചെയ്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഗോൾഡ് വാങ്ങുന്നതിന് നമ്മൾ ഫോൺ പേക്ക് ചെറിയൊരു എമൗണ്ട് എന്താക്കണം, ഫോൺ പേക്ക് നമ്മൾ എന്താക്കണം, കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഗോൾഡ് ETFs വാങ്ങുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒന്നും എന്താ, GST ഇല്ല. പിന്നെ എന്താടാ, ലോ ഫണ്ട് മാനേജ്മെന്റ് ഫീസ് ആണ്. അതായത് ഫണ്ട് മാനേജ്മെന്റ് ചെറിയൊരു ഫീ കൊടുക്കുന്നുണ്ട്, അത് വളരെ ലോ ആണ്. പിന്നെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ അതിലും എന്തില്ല, നോ GST ആണ്, നമുക്ക് GST വരുന്നില്ല. പിന്നെ ഹയർ എക്സ്പെൻസ് റേഷ്യോ എന്താണെന്ന് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വീട്ടിൽ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഓക്കെ, അതെന്താണ്, നല്ല രീതിയിൽ കൂടുതലാണ് ഇതിനെക്കാട്ടിയും ETF-നെക്കാട്ടി ഉള്ളത്. ഇനി അടുത്താണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. ഇതിന് എന്ത് വരുന്നില്ല, നമുക്ക് GST വരുന്നില്ല. അതായത് അതിന്റെ മുകളിൽ നമ്മളൊരു GST കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇപ്പൊ GSTയിൽ മറ്റ് ചാർജുകളിൽ ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത് എന്ത് നോക്കാം, സ്റ്റോറേജിനെ പറ്റിയിട്ട് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഗോൾഡ് ജ്വല്ലറി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട് അവിടെ, പേഴ്സണൽ സേഫ് കീപ്പിംഗ് അല്ലെങ്കിൽ നമ്മളൊരു മാല അല്ലെങ്കിൽ മോതിരം വാങ്ങാൻ നമ്മൾ പേഴ്സണലി നമ്മൾ എന്താക്കണം, എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൽ എന്തിൻ്റെ റിസ്ക് ഉണ്ട്, കട്ടെടുത്ത് കൊണ്ടുപോകാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫിസിക്കൽ ഗോൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, അതിലും എന്തിനാവശ്യമുണ്ട്, നമുക്ക് സ്റ്റോറേജ് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ ഗോൾഡ് ബാറൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഷെൽഫ് കൊണ്ടുപോയിക്കോ ഇല്ല, അതിനൊരു ലോക്കറോ അല്ലെങ്കിൽ അത്രയും സേഫ്റ്റി ഉള്ള കാര്യങ്ങൾ എന്ത് വേണം, നമുക്ക് അവിടെ ആവശ്യമുണ്ട് അല്ലേ. ഇതിനും ശരിക്കും എന്ത് വരുന്നുണ്ട്, ഒരു റിസ്ക് ഓഫ് തെഫ്റ്റ്, നമ്മളെ തട്ടെടുത്ത് കൊണ്ടുപോകാൻ വളരെ ചാൻസസ് കൂടുതലാണ്.
ഇനി ഡിജിറ്റൽ ഗോൾഡ് നോക്കുകയാണെങ്കിലോ അത് ഡിജിറ്റലി നമുക്ക് ആ ഒരു ഡിജിറ്റൽ സാധനം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ എന്താക്കിയോളും, അവർ ഡിജിറ്റലി എന്താക്കിയോളും സ്റ്റോർ ചെയ്തോളും, നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഗോൾഡ് ETF-ലാണെങ്കിലോ ഇതിന് എന്താവശ്യമില്ല, നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് എന്താവശ്യമില്ല, സ്റ്റോറേജ് വേറെ ആവശ്യമില്ല. നമുക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സിലാണെന്നുണ്ടെങ്കിലോ അതിൽ നമുക്ക് എന്താവശ്യമില്ല, സ്റ്റോറേജിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഈ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ എന്താണ്, നമുക്ക് അവിടെ സ്റ്റോറേജ് വരുന്നില്ല. ഓക്കെ, നമുക്ക് സ്റ്റോറേജിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി പ്യൂരിറ്റി, അതായത് ഗോൾഡ് എടുക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പ്യൂരിറ്റി എന്ന് പറയുന്നത്. പ്യൂരിറ്റിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലോ നമ്മളൊരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു ജ്വല്ലറി റിങ്ങോ അല്ലെങ്കിൽ ഒരു മാല ഒരു ജ്വല്ലറി ഷോപ്പിൽ പോയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചാൻസ് ഉണ്ട്, നമ്മളെ ചിലപ്പോൾ കബളിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ അവിടെ ചാൻസ് ഉണ്ട്. നമുക്ക് തരുന്ന ഗോൾഡിൽ പ്യൂരിറ്റിയിൽ ചെറിയ ചെറിയ ചേഞ്ച് വരുത്താനോ അല്ലെങ്കിൽ പ്യൂരിറ്റി കുറഞ്ഞിട്ടുള്ള ഗോൾഡ് വിൽക്കാൻ എന്തുണ്ട് അവിടെ ചാൻസ് ഉണ്ട്. അതായത് പ്യൂരിറ്റി നമുക്ക് 100% എന്താക്കാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. ഇനി ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിലോ ഫിസിക്കൽ ഗോൾഡിൽ എന്താണ് പ്യൂരിറ്റി എപ്പോഴും അധികം ഹൈ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഹോൾമാർക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ എന്താക്കുന്നുണ്ട്, ഒരു ഫിസിക്കൽ ഗോൾഡ് വാങ്ങാൻ സമയത്ത് നമുക്ക് തരുന്നുണ്ട് 24 അല്ലെങ്കിൽ 22 ക്യാരറ്റിൻ്റെ ഗോൾഡാണ് ഇതാക്കുക അവർ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഗോൾഡ് ആണെന്നെങ്കിലും അതിനും അവരവിടെ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്, ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ പ്യൂരിറ്റി ആയിട്ടുള്ള ഗോൾഡ് ആയിരിക്കും. അതിനും എന്താണ് 99.5% പ്യൂരിറ്റി അവർ ഗ്യാരണ്ടി തരുന്നുണ്ട്. അതായത് ഒരു ഗോൾഡ് ജ്വല്ലറീസും ഒരു ഫിസിക്കൽ ഗോൾഡും തരാത്ത അത്രയും ഉറപ്പ് ആര് തരുന്നുണ്ട്, ഡിജിറ്റൽ ഗോൾഡിൻ്റെ ആൾക്കാർ നമുക്ക് തരുന്നുണ്ട്. ഇനി ഗോൾഡ് ETF-ലാണെങ്കിലോ സെയിം ഹൈ പ്യൂരിറ്റി ആണ്, 24 ക്യാരറ്റിൻ്റെ 99% പ്യൂരിറ്റി അവർ ഉറപ്പ് വരുന്നുണ്ട്. ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലോ സെയിം ഹൈ ക്വാളിറ്റി ഹൈ പ്യൂരിറ്റി എന്താക്കുന്നുണ്ട്, അവർ ഉറപ്പ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ SGBയിലാണെന്നുണ്ടെങ്കിലും ഹൈ പ്യൂരിറ്റി അവർ എന്താക്കുന്നുണ്ട്, ഉറപ്പ് വരുന്നുണ്ട്. ഇനി ലിക്വിഡിറ്റിൻ്റെ കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ലിക്വിഡിറ്റി അല്ലേ, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ ഗോൾഡിനെ പെട്ടെന്ന് നമുക്ക് എന്താക്കാൻ പറ്റണം, ക്യാഷ് ആക്കാൻ പറ്റണം. പെട്ടെന്ന് ഒരു എമർജൻസി വരികയാണെങ്കിൽ ആ ഗോൾഡ് ഞാൻ വിറ്റിട്ട് എന്താക്കാൻ പറ്റണം, ക്യാഷ് ആക്കാൻ പറ്റണം. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ലിക്വിഡിറ്റി എന്ന് പറയുക. ഈ ലിക്വിഡിറ്റി ഒരു ഗോൾഡ് ജ്വല്ലറി റിങ്ങോ അല്ലെങ്കിൽ ഒരു മാലയാണ് നമ്മൾ വാങ്ങിയതെന്നുണ്ടെങ്കിൽ ഇതിന് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നിങ്ങൾ എന്താക്കണം, ഒന്നാമത് വേറെ ഏതെങ്കിലും ജ്വല്ലറിയിൽ പോയി സംസാരിച്ചിട്ട് ഇത് വിൽക്കണം. അതായത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, എൻ്റെ അപ്പൻ്റെ കൂടെ ഒരു റിങ്ങോ എന്തോന്നും ഇതേപോലെ വിൽക്കാൻ വേണ്ടി, ഗോൾഡ് എന്തോന്ന് വിൽക്കാൻ പാദസരം വിൽക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരുപാട് ഷോപ്പുകൾ എന്താക്കിയിട്ട് കയറിയിട്ടുണ്ട്. കാരണം ചെറിയ ചെറിയ റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയറി ഇറങ്ങി അവിടെ എന്താക്കും, അത് ഉരച്ചു വെക്കും, പിന്നെ എന്താക്കുന്നു തീ കത്തിച്ച് നോക്കുന്നുണ്ട്, ബേൺ ചെയ്ത് നോക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ആ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് ആക്ച്വലി നമ്മളെ ഗോൾഡ് വിറ്റിട്ടുള്ളത്. ഇനി എമർജൻസി കാരണം ചിലപ്പോൾ നമ്മൾ ഒരു ഷോപ്പ് കൊണ്ട് കൊടുത്തിട്ട് വാങ്ങുമായിരിക്കും, പക്ഷേ അത്രയും ടൈം നമുക്ക് അവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ലിക്വിഡിറ്റി എന്താണ്, നമുക്ക് അധികം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, തീരെ ഇല്ലെന്നും പറയാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും വിചാരിച്ചാൽ അത് നമുക്ക് ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റും അല്ലേ. ഫിസിക്കൽ ഗോൾഡ് ആണെന്നുണ്ടെങ്കിലോ ഇതും നമുക്ക് എന്താക്കാൻ പറ്റും, ഇത് ഗോൾഡ് ബാറിൽ ഗോൾഡ് കോയിൻ ആയതുകൊണ്ട് ഇത് വെറുതെ കുറേ ടെസ്റ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, നേരെ കൊണ്ട് കൊടുക്കുന്ന എന്താക്കാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് അത് ലിക്വിഡാക്കി മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റും അല്ലേ. ഡിജിറ്റൽ ഗോൾഡ് ആണെന്നെങ്കിലോ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എന്താക്കാൻ വിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫോൺ പേ എന്നോ അല്ലെങ്കിൽ Paytm എന്നാണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, വേണമെങ്കിൽ വിൽക്കാൻ പറ്റും. അതായത് ഇൻസ്റ്റൻ്റ് ആയി നമുക്ക് അതിൽ സെല് ചെയ്തിട്ട് അത് ലിക്വിഡാക്കി മാറ്റാൻ പറ്റും, ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. ഈ ഗോൾഡ് ETF ആണെങ്കിലോ അത് ആ സ്റ്റോക്ക് നമുക്ക് എന്താക്കി മതി, സെല് ചെയ്താൽ അപ്പോൾ തന്നെ എന്താക്കാം, അത് മണിയാക്കി മാറ്റാൻ പറ്റും. അതും എന്താണ് ഹൈ ആണ്. ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആണെന്നെങ്കിലോ സെയിം, നമുക്ക് ആ സാധനം എന്താക്കിയാൽ മതി, സ്പോട്ടിൽ വിൽക്കാൻ പറ്റും. പക്ഷേ SGB ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലോക്കിൻ പീരീഡ് വരുന്നുണ്ട് 5 ഇയേഴ്സിൻ്റെ. 5 ഇയേഴ്സിൻ്റെ ഒരു ലോക്കിൻ പീരീഡ് നമുക്ക് വരുന്നുണ്ട്. അതിനെക്കൊണ്ട് തന്നെ അതിൽ ലിക്വിഡിറ്റി എന്താണ്, വളരെ ലോ ആണ്. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോൾ അടുത്ത മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിനിമം എത്ര ഉറുപ്പ്യക്ക് വാങ്ങണം അല്ലെങ്കിൽ എത്ര ഉറുപ്പ്യ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഗോൾഡ് ജ്വല്ലറി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കണം, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ ആയിരിക്കും. കാരണം നമ്മൾ ഒരു എത്ര മിനിമം ഒരു റിങ് വാങ്ങാൻ തന്നെ ഒരു ഇത്തിരി ഗ്രാമെങ്കിലും ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു 2000 3000 നമുക്കവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കൊണ്ട് എന്ത് പറയുന്നത്, നമ്മളെ ഗോൾഡ് ജ്വല്ലറീസ് വാങ്ങുമ്പോൾ അവിടെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് കുറച്ച് കൂടുതലാണ്. ഇനി ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിലോ മിനിമം നമ്മൾ 1 ഗ്രാം അവിടെ വാങ്ങണം. എന്നാൽ നമുക്കത് ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ ഒരു പവൻ്റെ അല്ലെങ്കിൽ 1 ഗ്രാമിൻ്റെ ഗോൾഡ് കോയിൻ ഇങ്ങനെ നമുക്ക് ഇത്ര 1 ഗ്രാമെങ്കിലും നമുക്ക് വേണം. അല്ലെങ്കിൽ ഗോൾഡ് ബാർ ആണെങ്കിൽ 1 കിലോൻ്റെ ഗോൾഡ് ബാറൊക്കെ വേണം അല്ലേ. ഇനി ഡിജിറ്റൽ ഗോൾഡ് ആണെങ്കിലോ ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ്, നമുക്ക് 1 റുപ്യക്ക് വരെ നമുക്ക് എന്താക്കാൻ പറ്റും, ഗോൾഡ് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്ത്, ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം കുറഞ്ഞിട്ട് വാങ്ങാൻ പറ്റും അത്രയും കുറവിൽ നമുക്ക് എന്താക്കാൻ പറ്റും, 1 റുപ്യ ഉള്ളൂ കുഴപ്പമില്ല, ആ 1 റുപ്യക്ക് എന്താക്കാം, ഗോൾഡ് വാങ്ങാം. ആ രീതിയിൽ വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ത്, ഒരു മോഡാണെന്ത് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. ഇനി ഗോൾഡ് ETF-ലാണെന്നുണ്ടെങ്കിലോ അതൊരു ഒരുപാട് ETFs ഉണ്ട്. ആ ETFസിൽ ഒരു ഓൾമോസ്റ്റ് നമുക്കൊരു 50 റുപ്പീസൊക്കെ ഒരു യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു മിനിമം ഒരു 50 റുപ്പീസെങ്കിലും നമുക്ക് വേണം. പിന്നെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 500 അടുത്ത് എന്ത് വരുന്നുണ്ട്, ഒരു യൂണിറ്റ് നമുക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അതിന് കുറഞ്ഞുള്ള കിട്ടും, പക്ഷേ ഒരു മിനിമം ചാർജ് അവിടെ എന്താക്കുന്നുണ്ട്, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെയും വരുന്നുണ്ട്. പക്ഷേ ഇനി SGBയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഗ്രാമെങ്കിലും എന്താക്കേണ്ടി വരും, വാങ്ങേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത
ലോക്ക് ഇൻ പീരീഡ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ഇൻ പീരീഡ് ആകെ എന്തിന് മാത്രമേ ഉള്ളൂ, SGPക്ക് മാത്രമേ ലോക്ക് ഇൻ പീരീഡ് വരുന്നുള്ളൂ, ബാക്കി ഒന്നിനും ലോക്ക് ഇൻ പീരീഡ് ഒന്നുമില്ല. ലോക്ക് ഇൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത്ര വർഷം മിനിമം നമ്മൾ അവിടെ പൈസ ഇട്ടാൽ അത് അവിടെ വെച്ചിരിക്കണം എന്നുള്ളൊരു ലോക്ക് ഇൻ പീരീഡ് ഇവിടെ എവിടെയും വരുന്നില്ല. നമുക്ക് ആകെ വരുന്നത് SGPയിൽ മാത്രമേ വരുന്നുള്ളൂ. ഇനി അടുത്ത് നമുക്കിത് എങ്ങനെയൊക്കെ വാങ്ങാം എന്നുള്ളൊരു ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ജ്വല്ലറി ഓഫ് കോഴ്സ് നമ്മൾ എങ്ങനെ വാങ്ങണം, ഷോപ്പുകളിൽ പോയിട്ട് തന്നെ വാങ്ങണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ബാങ്കുകൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജ്വല്ലറീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡീലേഴ്സ് നമുക്കുണ്ട്. അതിൽ ഏത് രീതിയിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഡിജിറ്റൽ ഗോൾഡ് ആണെന്നുണ്ടെങ്കിലോ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാവുമല്ലേ, നമ്മളെ ജാർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നല്ലൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ. പിന്നെ ഫോൺ പേ, അതുപോലെ തന്നെ Paytm, ഇതൊക്കെ എന്താണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ആപ്സ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഗോൾഡ് ETFs വാങ്ങണമെങ്കിൽ നമുക്ക് എന്താ ആവശ്യമുണ്ട്, ഇതൊരു ബ്രോക്കർ ത്രൂ ആണ് എന്താക്കുക നമ്മൾ വാങ്ങുക. കാരണം സ്റ്റോക്ക് വാങ്ങുന്ന പോലെ തന്നെ ഇനി ബ്രോക്കർ ത്രൂ ആണ് എന്താക്കുക നമ്മൾ ഗോൾഡ് ETFസും വാങ്ങാം. ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങുന്നത് അതിന് ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് എന്താക്കാം, ഇപ്പോൾ സെറോത്തിന് തന്നെ കോയിൻ ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡ് മണി ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ത്രൂ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. SGP നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് RBI ഇൻഷുറൻസ് ചെയ്യുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, വാങ്ങാൻ പറ്റും. ഇനി നമുക്ക് നേരത്തെ റിസ്ക് എത്രത്തോളം, ഈ 6 റിസ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ ഗോൾഡ് ജ്വല്ലറീൻ്റെ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വാല്യൂ നല്ല രീതിയിൽ കുറയാനുള്ള റിസ്ക് അവിടെ ഒന്നാമത്. കാരണം ഒരു പവൻ വാങ്ങാനുണ്ടെങ്കിൽ അതിന് മുകളിൽ നിങ്ങൾ ഓൾറെഡി GST കൊടുക്കണം, മേക്കിംഗ് ചാർജ് കൊടുക്കണം, ഇങ്ങനെ കുറേ ചാർജ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ചാർജ് നമുക്ക് എക്സ്ട്രാ കൊടുക്കുമ്പോൾ അതിൻ്റെ ആ പണത്തിലുള്ള വാല്യൂ ഒന്നാമത് നഷ്ടപ്പെടുന്നുണ്ട്. രണ്ടാമത് അത് കട്ടുണ്ടാവാനുള്ള റിസ്ക് നല്ല രീതിയിൽ കൂടുതലാണ്. ഗോൾഡ് പൊന്ന് കട്ടുണ്ടോയെന്ന് കേട്ടിട്ടില്ലേ, അത് റിസ്ക് അവിടെ കൂടുതലാണ്. ഇനി ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിലോ സെയിം, അവിടെ എന്തെങ്കിലും റിസ്ക് ഉണ്ട്, കാണാതായി പോകാൻ അല്ലെങ്കിൽ കട്ടുണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഡിജിറ്റൽ ഗോൾഡിലാണെങ്കിലോ നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനനുസരിച്ചിരിക്കും. അതായത് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും യൂസ് ചെയ്യുന്ന അല്ലെങ്കിലും ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ മാത്രം എന്താക്കുക ഡിജിറ്റൽ ഗോൾഡ് നിങ്ങൾ വാങ്ങാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇനി ഗോൾഡ് ETFസിലാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് പ്രൈസിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ഉണ്ടാവുക, മാർക്കറ്റ് പ്രൈസ് കൂടുമ്പോൾ അതും കൂടും, അതായത് വോളറ്റൈൽ ആയിരിക്കും, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് എന്ത് നമ്മൾ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സും നമ്മൾ SGPയും. പക്ഷേ SGPയിൽ വേറെ റിസ്ക് എന്താ വെച്ചാൽ ഇത് നമ്മൾ ആ ലോക്കിംഗ് പീരീഡിന് മുമ്പേ നിങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അതവിടെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ, ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റിട്ടേൺസ് ആണ്. റിട്ടേൺസിൽ ഈ നമ്മളെ ജ്വല്ലറീസ് ആണെന്നുണ്ടെങ്കിൽ ലോവർ ഡ്യൂ ടു മേക്കിംഗ് ചാർജസ്, അതായത് നമുക്ക് അതിൽ കിട്ടുന്ന റിട്ടേൺസ് വളരെ കുറവാണ്. കാരണം ഓൾറെഡി അതിൻ്റെ മുകളിൽ നമ്മൾ മേക്കിംഗ് ചാർജും GSTയും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിന് റിട്ടേൺസ് എന്ന് പറയുന്നത് വെരി കുറവ്. കാരണം ഒരു ഇയർലി ഓൾമോസ്റ്റ് 8% ആണ് ഒരു ആവറേജ് ഗോൾഡിന് മുകളിൽ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക. പക്ഷേ നിങ്ങൾ അതിൻ്റെ മുകളിൽ 5 to 25% എന്ത് കൊടുത്തു കഴിഞ്ഞു, ഓൾറെഡി മേക്കിംഗ് ചാർജ് കൊടുത്തു കഴിഞ്ഞു, പ്ലസ് 3% ടാക്സും കൊടുത്തു കഴിഞ്ഞു, ഓൾമോസ്റ്റ് 28% നിങ്ങൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞ് എക്സ്ട്രാ. നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺസ് എപ്പോൾ കിട്ടാനാണ്, പ്ലസ് ഇൻഫ്ലേഷൻ റിട്ടേൺസ് എപ്പോൾ കിട്ടാനാണ്. അപ്പോൾ ഈ ഗോൾഡ് ജ്വല്ലറീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസസ് വെരി ലോ ആണ്. ഇനി നമുക്ക് ഫിസിക്കൽ ഗോൾഡിലാണെങ്കിലോ നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസിന് അനുസരിച്ചിരിക്കും. അതിനിപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് ആണെങ്കിലും അതും ഗോൾഡിൻ്റെ പ്രൈസിനനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ എല്ലാം ഇതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ 4 എന്താണ് നമ്മൾ ഗോൾഡിൻ്റെ പ്രൈസിനനുസരിച്ചിരിക്കും. പക്ഷേ SGPയിലേക്ക് വരുന്ന സമയത്ത് ഇതിനൊന്നുമില്ലാത്ത ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ എല്ലാ വർഷവും 2.5% എക്സ്ട്രാ നമുക്ക് എത്രയാണോ അതിൻ്റെ ഗോൾഡിന് ഓൾറെഡി മാർക്കറ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് അതിന് പ്ലസ് അത് എത്രയാണോ വെച്ചാൽ അത് കൂടും, പ്ലസ് ഇയർലി ഒരു 2.5% എന്താക്കുന്നുണ്ട്, എക്സ്ട്രാ കൂടുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 8% ആണ് ആവറേജ് ഒരു വർഷം ഈ മറ്റു പറഞ്ഞ എല്ലാത്തിലും കൂടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ SGPയിൽ ഓൾമോസ്റ്റ് 8% പ്ലസ് എത്രയും കൂടി കൂടുന്നുണ്ട്, 2.5, ഓൾമോസ്റ്റ് 10.5% നമുക്ക് എന്തുണ്ട്, മറ്റേടത്തൊക്കെ 8% റിട്ടേൺസ് സമയത്ത് ഇവിടെ ഓൾമോസ്റ്റ് 10.5% നമുക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ടാണ് എന്ത് പറയുന്നത്, നമുക്ക് ഇതിലേറ്റവും ഒരു ലോങ് ടേമിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് SGPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്കൊരു ഷോർട്ട് ടേം അല്ലെങ്കിൽ കുറച്ച് വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ETF ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം അതിന് GST കാര്യങ്ങളൊന്നും വരുന്നില്ല, ചെറിയ എക്സിറ്റ് ലോഡും ചെറിയ പ്ലാറ്റ്ഫോം ഫീ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഗോൾഡ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് GST കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഗോൾഡ് ആണ്. ഏറ്റവും അതൊരു ബെസ്റ്റ് ഓപ്ഷനല്ല, അതായത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാൻ പറ്റാത്തൊരു വേ ആണെന്ന് ഗോൾഡ് ജ്വല്ലറി. ഗോൾഡ് ജ്വല്ലറിൻ്റെ ആകെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഷോ ഓഫിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഗോൾഡ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഭംഗി എന്തുണ്ടെങ്കിൽ കാണിക്കണം, അതെന്താണോ ആ ഒരു
ഏരിയ അതിന് വേണ്ടി മാത്രമാണ് ആക്ച്വലി ഗോൾഡ് ജ്വല്ലറീസ് എന്ന് പറയുന്നത്. വേറെ ഒന്നിനും നമുക്ക് അതിനെ കൊണ്ടൊരു ബെനിഫിറ്റും ഇല്ല. ഓക്കെ, ഈ ഞാൻ എൻ്റെ ചുറ്റുകളിൽ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്, കിട്ടുന്ന വെച്ച് കൂട്ടി ഒരു 10,000 ആകുമ്പോഴത്തേക്ക് 10,000 ഒരു മോതിരം വാങ്ങും. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാണ്. നോ, ഒരിക്കലല്ല. ഗോൾഡ് ജ്വല്ലറി വാങ്ങുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, അതൊരു ഷോ ഓഫ് ആണ്. ഓക്കെ, അപ്പം നമുക്കിതിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് വേ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ പ്ലാൻ, അതായത് 5 years പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുക്കുക, SGB എടുക്കുക. അല്ലെങ്കിൽ ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്താക്കുക, മാറ്റിയിട്ട് എടുത്തോളാം, ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തോളാം. ഓക്കെ, സോ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ താഴത്ത് എന്താക്കുക, കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗോൾഡ് സ്റ്റോറീസ് നിങ്ങൾ താഴത്ത് എന്താക്കുക, കമൻറ്റ് അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാത്തവരെ ബൈ.